ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്തുതിയർഹമായ പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മളോട് കരുണ കാണിക്കുന്ന നിത്യസ്തുതിയർഹമായ പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയുടെ മുമ്പിൽ നമുക്ക് മുട്ടുകൂത്താം. ഇത് 3 മണി സമയം, ഈശോയുടെ കരുണയൊഴുകുന്ന മണിക്കൂർ. ഈശോയുടെ കരുണയുടെ സാന്നിധ്യത്തെ നമുക്ക് ഓർത്തെടുക്കാം. കൈകൾ കൂപ്പി കണ്ണുകൾ അടച്ച് അവിടുത്തെ പീഡാനുഭവം മനസ്സിലൊന്ന് ധ്യാനിച്ച് ആ കുരിശിൽ കിടന്ന് പിടയുന്ന ഈശോ, അടികളേറ്റതും വേദനിച്ചതും സഹിച്ചതും എല്ലാം എനിക്ക് വേണ്ടി മാത്രം. ഈശോയുടെ പീഡാനുഭവം നമുക്ക് മനസ്സിലെ ധ്യാനിക്കാം. ഈ സമയം സ്വർഗം തുറക്കുന്ന സമയമാണ്. ഈശോയുടെ വാഗ്ദാനമാണ്, വാഗ്ദത്തമാണ്. ഈ 3 മണിക്കൂറിൽ, ഈ 3-ാം മണി സമയത്ത് ആരൊക്കെയാണോ എൻ്റെ പീഡാനുഭവം ധ്യാനിച്ചുകൊണ്ട് കരുണ ആഗ്രഹിച്ച് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കുന്നവരുടെ അവരുടെ ജീവിതത്തിലേക്ക്, അവരുടെ കുടുംബത്തിലേക്ക് ഞാൻ കരുണയൊഴുക്കും. നമുക്ക് ആഗ്രഹിക്കാം. ഈ സമയം ഏറ്റവും കൂടുതൽ കരുണ ആവശ്യമുള്ള വ്യക്തികളാകാം, കുടുംബങ്ങളാകാം, സമൂഹങ്ങളാകാം. ഈശോയ്ക്കൊന്ന് കൊടുത്തേ. കണ്ണുകൾ അടച്ചുകൊണ്ട് ആ 3 മണി പ്രാർത്ഥന നമുക്ക് ഒരുമിച്ചെല്ലാം. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് വേണ്ടി കാരുണ്യ സ്രോതസ്സ ഒഴുകിയിറങ്ങിയ ഓ തിരുരക്തമേ തിരുജലമേ ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് വേണ്ടി കാരുണ്യ സ്രോതസ്സ ഒഴുകിയിറങ്ങിയ ഓ തിരുരക്തമേ തിരുജലമേ ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ ഞങ്ങൾക്ക് വേണ്ടി കാരുണ്യ സ്രോതസ്സ ഒഴുകിയിറങ്ങിയ ഓ തിരുരക്തമേ തിരുജലമേ ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആയിരിക്കുന്നവനും വരാനിരിക്കുന്ന സർവശക്തനും ദൈവമായ കർത്താവ് പരിശുദ്ധൻ ആയിരുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനും ദൈവമായ കർത്താവ് പരിശുദ്ധൻ ഉച്ചസ്ഥലത്തിൽ ആയിരുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനും ദൈവമായ കർത്താവ് പരിശുദ്ധൻ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ വരണമേ, അവിടുത്തെ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മാധ്യസ്ഥതാൽ എഴുന്നള്ളി വരണമേ. എന്നിൽ നിറഞ്ഞു നിൽക്കണമേ, എന്റെ കുടുംബത്തിൽ നിറഞ്ഞു നിൽക്കണമേ, ഈ ആലയത്തിൽ നിറഞ്ഞു നിൽക്കണമേ, എന്റെ ജീവിതത്തെ, എന്റെ കുടുംബത്തെ, ഈ ആലയത്തിലെ ശുശ്രൂഷകളെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന. ഈശോയെ കരുണയായിരിക്കണമേ. ഈശോയെ എന്റെ മേൽ, കുടുംബത്തിന്റെ മേൽ കരുണയായിരിക്കണേ. ഈശോയെ കരുണയിൽ ആശ്രയിക്കുന്ന ഈ ദാസൻ കർത്താവേ, ദൈവമക്കൾ നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു. ഈശോയെ ഞങ്ങൾ ഭയപ്പെടുന്നില്ല. നിന്റെ കരുണയാണ് എന്റെ ആശ്രയം, നിന്റെ കരുണയാണ് എന്റെ യോഗ്യത. ഈ സമയം ഈശോ ഏറ്റുപറയുകയാണ്. ഈശോ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. എല്ലാ മഹത്വം ഈശോയെ നിനക്ക് മാത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന മഹത്വം. ഈശോയുടെ സമർപ്പിച്ചുകൊണ്ട് കരുണ തോന്നണേന്ന് പാടാം.
ജീവിതത്തോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ ജീവിതാനുഭവങ്ങളും ചേർത്ത് വെക്കാം. എന്നെ മുറിപ്പെടുത്തിയ അനുഭവങ്ങള്, ഒരുപക്ഷെ ഓർക്കുമ്പോഴൊക്കെ കണ്ണു നിറയുന്ന ജീവിതാനുഭവങ്ങള്, സമാധാനം നഷ്ടപ്പെട്ട അനുഭവങ്ങള്, ഒരുപക്ഷെ എനിക്കെതിരെ പലരും നിലകൊള്ളുന്ന നിമിഷങ്ങള്, ആരും എന്നെ മനസ്സിലാക്കാത്ത എന്റെ മനസ്സിന്റെ വേദനകള്, ഈശോയെ ഒരു ആന്തരികമായിട്ടുള്ള പരിവർത്തനം എനിക്ക് ആവശ്യമുണ്ട്. ഈശോയെ പാപിയാണ്, ഒരുപക്ഷെ ഇന്നലെ വരെയുള്ള എന്റെ ജീവിതം വഴിതെറ്റിപ്പോയി. ഈശോയെ ഈ ആലയത്തിൽ നിന്ന് പുറത്തു പോകുമ്പോ പലപ്പോഴും ഞാൻ എന്റെ സ്വാർത്ഥതയിലും അഹങ്കാരത്തിലും ആശ്രയിച്ചുകൊണ്ട് സഹോദരങ്ങൾക്കെതിരെ നിലപാടെടുത്തു പോയി. ഈശോയെ പാപിയാണ്, എന്റെ മേൽ കരുണ തോന്നണേ. ആശ്വാസവാക്കുകളോട് നിന്നോട് പറയുക, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ എല്ലാവരും നിങ്ങൾ എന്റെ അടുക്കൽ വരുവീൻ, എന്റെ ഭാരങ്ങൾ എന്റെ കാൽച്ചുവട്ടിൽ വെക്കുവീൻ. എന്റെ മുഖം വഹിക്കാൻ എളുപ്പമുള്ളതാ, എന്റെ ചുമട് ഭാരം കുറഞ്ഞതാ. വരുവിൻ ദൈവമക്കളെ, നിന്റെ ഈശോയുടെ സന്നിധിയിലേക്ക് നമ്മുടെ ജീവിതഭാരങ്ങൾ ഇറക്കി വെച്ച്, നിന്റെ ജീവിതഭാരങ്ങൾ എന്തുമായിക്കോട്ടെ എല്ലാം സാധ്യമാക്കുന്നതിന് മുൻപ് യേശു മാത്രമാ. ആ സാധ്യമാക്കുന്നതിന് മുമ്പിലേക്ക് നിന്റെ സങ്കടങ്ങളും ഭാരങ്ങളും നിന്റെ ചുമടുകളാകെ തന്നെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ എന്നെ വേദനിപ്പിച്ച ഒരുപാട് ജീവിതങ്ങളുണ്ട്. ഇന്നലെ അവരോട് ക്ഷമിക്കാൻ പറ്റുന്നില്ല. പല പ്രാവശ്യം കുമ്പസാരത്തിൽ ഏറ്റു പറഞ്ഞതാ, ഈശോയെ ശത്രുക്കൾ നിലയിലെ എന്റെ മുൻപിൽ ഒരുപാട് ജീവിതങ്ങൾ ഉയർന്നു നിൽപ്പുണ്ട്. ഒരുപക്ഷെ പലപ്പോഴും എനിക്ക് പ്രതിബന്ധമായിട്ട് പലരും എന്റെ ജീവിതത്തിന് മുൻപിലെ എന്റെ വഴിക്ക് തടസ്സം നിൽക്കാറുണ്ട്. ഈശോയെ സമയം അവരുടെ അറിവില്ലായ്മ കൊണ്ടാണ്. ഈശോയെ എന്റെ ശത്രുക്കളുടെ കരുണ തോന്നണേ. ശത്രുക്കളോട് ക്ഷമിച്ച് പ്രാർത്ഥിച്ചേ, അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചേ. നീ വെറുക്കുന്നവരോട് ക്ഷമിച്ചേ, അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചേ. കൈകൾ കൂപ്പി കണ്ണുകൾ അടച്ചേ. പരിശുദ്ധമ്മയുടെ തിരുനാളിന്റെ ഏറ്റവും അടുത്ത ഒരുക്കത്തിലാണ്. ശനിയാഴ്ച റോസമിശിക മാതാവിന്റെ തിരുനാള്, 16-ാം തീയതി കർമ്മല മാതാവിന്റെ തിരുനാള്. ഈ ആഴ്ചകൾ പരിശുദ്ധമ്മയുടെ തിരുനാൾ ആഘോഷത്തിലൂടെ തിരുസഭ കടന്നു പോവുകയാണ്. എങ്കിലും പരിശുദ്ധമ്മയ്ക്ക് ഒന്ന് നമ്മോട് പറയാനുണ്ട്. അവൾ ഈശോയെ ഉദരത്തിൽ വഹിച്ചുവെങ്കിലേ ഇന്ന് പരിശുദ്ധമ്മയെ കുറിച്ച് കേട്ടു. ഞാൻ നിങ്ങളും ഹൃദയത്തിലെ ഈശോയെ സ്വീകരിക്കുന്നവരാ. ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ ദാസനിലൂടെ പറഞ്ഞു വെച്ച ഒറ്റ കാര്യമുള്ളൂ. നമ്മുടെ ബലഹീനമായ ശരീരത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ആരെയും നമ്മുടെ സഹോദരങ്ങളെ 100% സ്നേഹിക്കാൻ സാധ്യമല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. ഈശോ വചനത്തിലൂടെ സ്പഷ്ടമായിട്ട് പറയാം. യോഹന്നാന്റെ സുവിശേഷം 6:63, എന്റെ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. എന്താണ് ഈശോയുടെ വാക്കുകൾ? യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം മുഴുവനും ഈശോ പറഞ്ഞു വെക്കുക, ഞാൻ ജീവന്റെ അപ്പമാണ്, എന്നെ ഭക്ഷിക്കുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്ന് വെച്ചാല് വിശുദ്ധ കുർബാന കേന്ദ്രീകൃതമാകണം നമ്മുടെ ജീവിതം. ഓരോ പ്രഭാതത്തിലും ഈ വിശുദ്ധ കുർബാനയിൽ നിന്നും ഈ പരമകാരുണികനായ ഈശോയെ ദിവ്യകാരുണ്യത്തിലൂടെ ഒരുക്കത്തില് ഞാൻ സ്വീകരിച്ചിട്ട് ഞാൻ എന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോ അവിടെ എന്റെ ശരീരം ഈശോയുടെ ശരീരമായി മാറും എന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് നമ്മെ ഓർമ്മപ്പെടുത്തി പഠിപ്പിച്ചു. എന്റെ ഈ ശരീരത്തിൽ നിന്നുകൊണ്ട്, നമ്മുടെ ഈ ശരീരത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ആരെയും 100% നമുക്ക് സ്നേഹിക്കാൻ പറ്റില്ല, 100% ക്ഷമിക്കാൻ പറ്റില്ല, വിട്ടുവീഴ്ച കാണിക്കാൻ പറ്റില്ല. കാരണം ഈ ശരീരത്തിന് അതിൻ്റെതായ പോരായ്മകളുണ്ട്. ഈ ശരീരത്തിൽ നിന്നാണ് അഹങ്കാരം ഉടലെടുക്കുന്നത്, ഈ ശരീരത്തിൽ നിന്നാണ് അസൂയ ഉടലെടുക്കുന്നത്, ഈ ശരീരത്തിൽ നിന്നാണ് വെറുപ്പ്, വിദ്വേഷ, വിഭാഗീയത ഉടലെടുക്കുന്നത്. അതുകൊണ്ട് ഈ ശരീരത്തിൽ നിന്നുകൊണ്ട് എനിക്കത് സാധ്യമല്ല. അതുകൊണ്ട് എന്ത് വേണം? ഈശോ തന്നെ സ്ഥാപിച്ച കൂദാശ, വിശുദ്ധ കുമ്പസാരം. ഏറ്റവും ഒരുക്കത്തോടെ നമ്മുടെ ബലഹീനതകളെ ഏറ്റുപറഞ്ഞ് അതിവരപ്രസാദ ഒരവസ്ഥയിലേക്ക് ഞാൻ എന്നെ തന്നെ പരിവർത്തനം ചെയ്തിട്ട് അതിന്റെ അവസാനത്തില് വിശുദ്ധ കുർബാനയിൽ
ഈശോയെ അതിയോഗ്യതയോടുകൂടി സ്വീകരിക്കുമ്പോ പിന്നെ പൗലോസിനെ പോലെ എനിക്കും പറയാൻ പറ്റും, ഞാനല്ല, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വചനത്തിൽ ഒന്ന് പരിശോധിച്ചു നോക്കിയേ. പരിശുദ്ധ അമ്മ ഉദരത്തിൽ ഈശോയെ സംവഹിച്ച ഉടനെ തന്നെ അവൾ എലീശാമ്മയുടെ അടുത്തേക്ക് പോവുകയാണ്, അവളെ ശുശ്രൂഷിക്കാൻ വേണ്ടിയിട്ട്. അതേ പ്രിയമുള്ളവരെ, അവിടെ ആ സ്ഥലകാല പരിമിതികൾ അവൾക്ക് പ്രതിബന്ധമല്ല. 1-ാം മാസത്തിലുള്ള അവൾക്ക് അത് പ്രതിബന്ധമല്ല. കാരണം ഉദരത്തിൽ ഈശോ വഹിച്ചപ്പോൾ അവ പിന്നെ നന്മ ചെയ്യാൻ ഓടുകയാ. അവളുടെ സെൽഫ് എക്സ്പാൻഡ് ചെയ്യുകയാണ്. അവളുടെ ആ സെൽഫ് അത് വലുതാവുകയാണ്. പ്രിയമുള്ളവരെ, ഇന്ന് ദിവ്യകാരത്തിന് മുമ്പിലായിരിക്കുമ്പോ ഈ വിശുദ്ധ കുർബാന യോഗ്യതയോടുകൂടി സ്വീകരിച്ചിട്ട് ഞാൻ എന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങുമ്പോ നമുക്ക് 100% ക്ഷമിക്കാൻ പറ്റും, 100% സ്നേഹിക്കാൻ പറ്റും, 100% നമുക്ക് എളിമപ്പെടാൻ പറ്റും, വിട്ടുകൊടുക്കാൻ പറ്റും. അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്നത് പഠിപ്പിക്കുകയായിരുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതിനാൽ പ്രിയമുള്ളവരെ, ഈ വിശുദ്ധ കുർബാന നിന്റെ ജീവിതത്തിന്റെ കേന്ദ്രമായിട്ട് മാറണം. പരിശുദ്ധ അമ്മ എപ്പോഴും അമ്മയുടെ സഞ്ചാരപാത ഈശോയോട് കൂടിയായിരുന്നു. ഉദരത്തിലെ ഈശോ വന്ന നിമിഷം മുതലേ പിന്നെ ഈശോയുടെ പരസ്യ ജീവിതത്തിലും ഈശോയോടൊപ്പം പരിശുദ്ധ അമ്മയുണ്ട്. അതേ കുരിശിൻ ചുവട്ടിൽ പോലും പരിശുദ്ധ അമ്മയുണ്ട്. ഈശോയിൽ നിന്നും ഒരിക്കലും പരിശുദ്ധം അകന്നു പോയിട്ടില്ല. അതേ പ്രിയമുള്ളവരെ, അമ്മ നൽകുന്ന പാഠമുണ്ട്. ഈശോയോടൊപ്പം നീ യാത്ര ചെയ്യണം, ഈശോയുടെ കൂടെ നീ യാത്ര ചെയ്യണം, ഈശോയിൽ നീ യാത്ര ചെയ്യണം. കാരണം പരിശുദ്ധ അമ്മ പറയാ, അവനാണ് വഴി, അവൻ പറയുന്നത് ചെയ്യുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരിക്കൽ കൂടി തമ്പുരാന്റെ സന്നിധിയിലേക്ക് കരങ്ങൾ ഉയർത്താം. ഇന്ന് പരിശുദ്ധാത്മ നൽകിയ വലിയ ബോധ്യം, എന്തുകൊണ്ട് എനിക്ക് സ്നേഹിക്കാൻ പറ്റുന്നില്ല, എന്തുകൊണ്ട് എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല? പ്രിയമുള്ളവരെ, ഈ ശരീരത്തിൽ അതിന് സാധ്യമല്ല. എന്തു വേണം? കുംഭസാരി ചൊരുങ്ങി അതിവിശുദ്ധിയിൽ ഈശോയെ സ്വീകരിക്കുമ്പോ പെണ്ണിന്റെ ശരീരം ഈശോയുടെ ശരീരമായിട്ട് മാറും. ഈ ശരീരത്തിൽ എനിക്ക് ക്ഷമിക്കാൻ പറ്റും, അപ്പോൾ എനിക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റും. അതേ പ്രിയമുള്ളവരെ, ഈ ഒരു അഭിഷേകത്തിനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം, നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ഈ ഒരു കൃപ കിട്ടും, ഈ ഒരു കൃപ കിട്ടും. എപ്പോഴും യോഗ്യതയോടുകൂടി വിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ജീവിതം പടുത്തുയർത്തുവാൻ, എപ്പോഴും ഹൃദയത്തിൽ ഈശോയുടെ ജീവിക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ വരം വേണം, കൃപ വേണം, അഭിഷേകം വേണം. ഈ ഒരു അഭിഷേകം ആഗ്രഹിച്ചുകൊണ്ട് ഈശോയുടെ മുന്നിൽ സ്തുതിച്ചേ, ഈശോയുടെ മുന്നിൽ സ്തുതിച്ചേ. ഓരോ ദിവ്യകാരുണ്യത്തിലൂടെയും ഞാനല്ല, ക്രിസ്തുവിനിൽ ജീവിക്കുന്നു ഏറ്റുപറയുവാനുള്ള യോഗ്യത വേണം എനിക്ക്. ഈശോയെ ആഗ്രഹിച്ച് ചോദിക്കുകയാ, നീ വെളിപ്പെടുത്തി, ഈശോയെ നീ എന്ന് വെളിപ്പെടുത്തി പരിശുദ്ധമായ ജീവിതത്തിലൂടെ പഠിപ്പിച്ചു. നന്മ ചെയ്യാൻ സാധിക്കണമെങ്കിൽ എന്റെ ശരീരം നിന്റെ ശരീരമായിട്ട് മാറണം. ഞാനല്ല, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. മുന്തിരിവള്ളി തായ്തണ്ടിനോട് ചേർന്നിരിക്കുന്നത് പോലെ ഈശോയെ നിന്നോട് ചേർന്നിരിക്കുമ്പോഴേ എനിക്ക് ക്ഷമിക്കാൻ പറ്റൂ, സ്നേഹിക്കാൻ പറ്റൂ, വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റൂ, നന്മ ചെയ്യാൻ പറ്റൂ. ഈശോയെ വചനത്തിലൂടെ നീ അത് ബോധ്യപ്പെടുത്തി. നന്ദി പറഞ്ഞുകൊണ്ട് ഒറ്റ വിളി ഈശോ. പരിശുദ്ധാത്മാവേ സഹായിക. ഈ ഒരു അഭിഷേകത്തിനായിട്ട് ആഗ്രഹിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ദിവസത്തിന്റെ ഈ ഒരു അഭിഷേകം, ഈ വചനത്തിന്റെ അഭിഷേകം എനിക്ക് നൽകുന്ന കൈകൾ അടിച്ചുകൊണ്ട് പാടി പ്രാർത്ഥിക്കുന്നു. ശക്തമായി പുതിയൊരു ജനനം നൽകൂ പരിശുദ്ധാത്മാവേ, പുതിയൊരു ശക്തി ഉണരാ ചൊരിയണമേ. പുതിയൊരു ജനനം നൽകൂ പുതിയൊരു ശക്തി വളരാ പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. കുർബാനാസ്വീകരണത്തിലൂടെ നീ മറ്റൊരു ജീവിതമായിട്ട് മാറുകയാ, നീ ക്രിസ്തുവിന്റെ ശരീരമായിട്ട് തീരുകയാ. ഈശോ
ശക്തമായി ഉണർവോടെ കൈകൾ എല്ലാവർക്കും മുട്ടുകുത്തി കൈകൾ കൂപ്പി കണ്ണുകൾ അടച്ച് ഒരു നിമിഷം വലിയ ശാന്തതയിൽ നമുക്കായിരിക്കാം. ഇത് കേട്ട വചന സന്ദേശങ്ങൾ അതിനെ ചേർത്ത് വെച്ചുകൊണ്ട് തമ്പുരാന്റെ പരിശുദ്ധാത്മാവ് ഈ മണിക്കൂറിൽ നൽകിയ ബോധ്യങ്ങൾ, അതെ, ഈശോ നിന്നെ ആശീർവദിക്കാൻ പോകുന്നു. ഈ കേട്ട വചനങ്ങള് അത് വിത്തുകളാണ്. നമുക്ക് ഇന്ന് അതിനെക്കുറിച്ച് ധ്യാനിക്കാം. ഈ ദിവസം മുഴുവൻ അതിനെക്കുറിച്ച് ധ്യാനിക്കാം. ഈശോയുടെ ഇന്ന് കേട്ട വചനത്തെ കുറിച്ച് ധ്യാനിക്കാം. മറ്റാർക്കും വേണ്ടിയല്ല, എനിക്ക് വേണ്ടി വിതയ്ക്കപ്പെട്ടതാ. പരിശുദ്ധമ്മയുടെ തിരുനാളിനൊരുങ്ങുമ്പോ പരിശുദ്ധമ്മയും കാണിച്ചു തരുന്നതാ. ഈശോയെ സ്വീകരിച്ചിട്ടല്ലാതെ നീ ഇറങ്ങി പുറപ്പെട്ടാൽ നിനക്ക് നന്മ ചെയ്യാൻ സാധ്യമല്ല. പരിശുദ്ധം അത് കാണിച്ചു തന്നു. ഉദരത്തിൽ ഉരുവായ നിമിഷം മുതലേ അവൾ ഓടുന്നത് ശുശ്രൂഷയ്ക്കാണ്. അതേ പ്രിയമുള്ളവരെ, നമുക്ക് നമ്മുടെ ജീവിതത്തെ അമ്മയോട് ചേർത്ത് ഈശോയുടെ മേലെ സമർപ്പിക്കാം. ഈശോയോട് പറയാം, ഈശോയെ ആശീർവദിക്കണേ. ഈ കേട്ടെന്നത്തെ വചനത്തിന്റെ ബോധ്യത്തിൽ ജീവിക്കാനുള്ള കൃപ പകരണമേ. ഈശോയിൽ നിന്നും പരിശുദ്ധാത്മാ വഴി പരിശുദ്ധമേ കൃപ വാങ്ങിത്തരണമേ. നമ്മുടെ ജീവിത നിയോഗങ്ങൾ എല്ലാം ഒരിക്കൽ കൂടി ചേർത്ത് വയ്ക്കാം. വളരെ പ്രത്യേകമായിട്ട് രഞ്ജിത്തച്ഛനെ പ്രത്യേകമായിട്ട് സമർപ്പിക്കാം. രഞ്ജിത്തച്ഛൻ്റെ എല്ലാ ജീവിത നിയോഗങ്ങളെയും പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൻ്റെ എല്ലാ ശുശ്രൂഷകളെയും സമർപ്പിക്കാം. ഇന്ന് വചനം പങ്കുവയ്ക്കാൻ വന്ന ജോപ്പാചേരിച്ചനെ പ്രത്യേകമായിട്ട് സമർപ്പിക്കാം. ഈ കാലഘട്ടത്തിൽ വചനം പങ്കുവെച്ചുകൊണ്ടിരിക്കുന്ന വചന പ്രഘോഷകരെ സമർപ്പിക്കാം. ഈശോയെ, ഈ സമയം പ്രാർത്ഥന ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള വ്യക്തികൾ ആരൊക്കെയാണോ, കുടുംബങ്ങൾ ആരൊക്കെയാണ്, സമൂഹങ്ങൾ ആരൊക്കെയാണ്, അവരെ ഒന്നും അറിയില്ല. ഈ ആശീർവദിക്കുമ്പോൾ നിന്റെ കരുണ ഞങ്ങളിലേക്ക് എന്നല്ല അവരിലേക്ക് നീ ഒഴുക്കണേ. പ്രാർത്ഥനയോടെ ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരേ.
നിർമ്മലരായി ജീവിച്ചിടുവാ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ. നിറഞ്ഞു കവിയണമേ. കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ. നിറഞ്ഞു കവിയണമേ. കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ